വയനാട് കമ്പമലയിൽ മാവോയിസ്റ്റുകൾ എത്തിയെന്ന വാർത്ത അവിടെ നിന്നും സുജിത് അയ്യപ്പത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് രാവിലെയാണ് 4 സംഘം എത്തിയതെന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സുജിത് അയ്യപ്പത്ത് നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. അതിൻ്റെ സുജിത്ത്, ഈ കമ്പമലയിൽ മാവോയിസ്റ്റുകൾ എത്തിയെന്ന് പറയുന്നു, തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നൊരു ആഹ്വാനം അവർ നടത്തി എന്നുള്ളതാണല്ലോ വാർത്ത. മറ്റു വിവരങ്ങൾ എന്തൊക്കെ? പ്രജിൻ, ഈ കമ്പമല കേന്ദ്രീകരിച്ച് നേരത്തെയും മാവോയിസ്റ്റ് സംഘം എത്തിയിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇത്തരത്തിൽ 4 അംഗ സംഘം എത്തിയത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇന്ന് രാവിലെയാണ്, ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് ഈ സംഘം എത്തിയത്. 4 പേരുണ്ടായിരുന്നു. ഇതിൽ CP മൊയ്തീൻ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ മുടി നീട്ടി വളർത്തിയ മറ്റൊരാളും മറ്റു 2 പേരും, അങ്ങനെ 4 പേരാണ് എത്തിയത്. തോക്ക് ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു. ഇതിനുശേഷം എത്തിയവർ ഏറെ നേരം മുദ്രാവാക്യം വിളിച്ച ശേഷം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണം എന്നതുൾപ്പെടെയുള്ള ആഹ്വാനങ്ങൾ നൽകി. ഇതിനുശേഷം മക്കിമല ഭാഗത്തേക്ക് നടന്നു പോയി. അതായത് തോട്ടം വനമേഖലയാണ്. ആ വനമേഖലയിലേക്ക് കടന്നു പോയി എന്നുള്ളതാണ് നാട്ടിൽ നിന്ന്, അതായത് ഈ പ്രദേശത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. ഈ കമ്പമല ജംഗ്ഷൻ കേന്ദ്രീകരിച്ചാണ് ഇവർ എത്തിയത്. എത്തിയ ശേഷം ഈ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മേഖലയാണിത്. ഇവിടെയാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നുള്ള ആഹ്വാനം നൽകിയ ശേഷം ഇവർ മടങ്ങി കാട്ടിലേക്ക് പോയിരിക്കുന്നത്. നേരത്തെ ആറളത്തെ ഏറ്റുമുട്ടലിന് ശേഷം അത്ര കണ്ട് വലിയ സജീവമായ സാന്നിധ്യം ഈ മാവോയിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. നേരത്തെ ഈ തലപ്പുഴയിലും അതോടൊപ്പം തന്നെ മക്കിമലയിലും കമ്പമലയിലും അടക്കമുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇവരുടെ ഇടയ്ക്കിടെ വന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ ആറളം ഏറ്റുമുട്ടലിന് ശേഷം ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പോൾ വീണ്ടും ഈ സംഘം സജീവമാണ് എന്നതിന് തെളിവാവുകയാണ് ഇത്തരത്തിലൊരു സംഭവം. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകളോട് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നുള്ള ആഹ്വാനം ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ടോ വയനാട്ടിൽ? അതോടൊപ്പം തന്നെ മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളുണ്ടോ? അവിടെയൊക്കെയുള്ള ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ അതുകൊണ്ട് തന്നെ കൂട്ടേണ്ടതുണ്ടോ? പ്രശ്നബാധിത ബൂത്തുകളുണ്ട് വയനാടിനെ സംബന്ധിച്ച്. കാരണം നിരന്തരം മാവോയിസ്റ്റ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ജില്ലയാണ് വയനാട് എന്നുള്ളത് ഈ സമീപ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. നിരവധി ഏറ്റുമുട്ടലുകൾ, നിരവധി പ്രശ്നങ്ങൾ, അടിക്കടി തോട്ടം മേഖലയിലെ പാടികളിലും മറ്റും വന്നുപോകൽ, ജംഗ്ഷനുകളിൽ വന്നുപോകൽ, ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തലവേദന മാവോയിസ്റ്റുകളെ സംബന്ധിച്ച്, ഈ പോലീസിനെ സംബന്ധിച്ച് ഈ മാവോയിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നബാധിത ബൂത്തുകൾ ഈ തലപ്പുഴയിലും കമ്പമലയിലും ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ പ്രശ്നബാധിത ബൂത്തുകളായി തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. നേരത്തെ റൂട്ട് മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കേന്ദ്രസേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന പോലീസും സമാനമായ രീതിയിൽ തന്നെ ഇങ്ങനെ റൂട്ട് മാർച്ച് ഉൾപ്പെടെയുള്ളവ സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ വക്കിലെത്തി നിൽക്കുന്ന വലിയ രീതിയിലുള്ള ജാഗ്രത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ സംഘം അവിടേക്ക് എത്തിയത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണത്. കമ്പമലയിൽ മാവോയിസ്റ്റുകൾ എത്തി. വയനാട് കമ്പമലയിലാണ് ഈ സംഭവം. ഒപ്പം തന്നെ അവിടെ ജംഗ്ഷനിലെത്തി 10 മിനിറ്റോളം മുദ്രാവാക്യം വിളിച്ചു, തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക എന്ന ആഹ്വാനം നടത്തി. പിന്നീട് മക്കിമല ഭാഗത്തേക്ക് പോയി എന്നുള്ളതാണ് വാർത്ത. ഒപ്പം പ്രധാനപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് CP മൊയ്തീൻ ആ സംഘത്തിലുണ്ടായിരുന്നു എന്നുകൂടി നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവിടുന്ന് സുജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്.